ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്ന ടോപ്പിക്ക് ഫണ്ടമെൻ്റൽ സ്പേസസ് ഓഫ് മെട്രിക്സ് എന്നുള്ളതാണ്. നമുക്കൊരു മെട്രിക്സിനെ ഏതൊരു മെട്രിക്സ് ആയാലും എംബൈൻ മെട്രിക്സ് ആണെങ്കിൽ നമുക്കതിനെ അസോസിയേറ്റ് ചെയ്തിട്ട് 6 വെക്ടർ സ്പേസിൽ പറയാൻ പറ്റും. അത് പലതും നമ്മൾ കണ്ടത് തന്നെയാണ്. അതിൽ 3 ഇതൊക്കെയാണ്: റോ സ്പേസ് ഓഫ് എ, കോളം സ്പേസ് ഓഫ് എ, നൾ സ്പേസ് ഓഫ് എ എന്നുള്ളതാണ്. ഇനി എ എന്ന മെട്രിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും എ ട്രാൻസ്പോസ് എന്ന മെട്രിക്സും പറയാൻ പറ്റും. അതിന് നമുക്ക് ഈ റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്, കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്, നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്നിങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് നമുക്ക് ഏതൊരു എംപയർ മെട്രിക്സ് ഉണ്ടെങ്കിലും ആ മെട്രിക്സിന് ഒരു ട്രാൻസ്പോസ് നമുക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റും. അപ്പോൾ ആ മെട്രിക്സിനെ ട്രാൻസ്പോസിനും കറസ്പോണ്ട് ആയിട്ട് നമുക്ക് കിട്ടുന്ന 6 വെക്ടർ സ്പേസുകളാണ്. ഫസ്റ്റ് വൺ ഈസ് റോ സ്പേസ് ഓഫ് എ. റോ സ്പേസ് ഓഫ് എ നമുക്കറിയാം, അതിൻ്റെ റോ വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സബ് സ്പേസ് ആണ്. ദെൻ റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്, അതായത് എ ട്രാൻസ്പോസ് എന്ന മെട്രിക്സിൻ്റെ റോ വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്നതാണ്. ദെൻ കോളം സ്പേസ് ഓഫ് എ, അത് എയുടെ കോളം വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസ് ആണ്. കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്, അത് എ ട്രാൻസ്പോസിൻ്റെ കോളം വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്നതാണ്. ദെൻ നൾ സ്പേസ് ഓഫ് എ എക്സ് ഈക്വൽ ടു ബി എന്ന എ എക്സ് ഈക്വൽ ടു 0 എന്ന സൊല്യൂഷൻസിൻ്റെ സ്പേസ് ആണ്. ദെൻ എ ട്രാൻസ്പോസിൻ്റെ നൾ സ്പേസ്, അത് എ ട്രാൻസ്പോസ് ഇൻറ്റു എക്സ് ഈക്വൽ ടു 0 എന്നുള്ള ഹോമോജനസ് സിസ്റ്റത്തിൻ്റെ സൊല്യൂഷൻ സ്പേസ് ആണ്. ഇവിടെ നമുക്ക് അറിയേണ്ട പറയാവുന്ന രണ്ട് കാര്യം: ഈ റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്നുള്ളത്, റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് പറഞ്ഞു കഴിഞ്ഞാൽ എ ട്രാൻസ്പോസിൻ്റെ റോ വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്ന സ്പേസ് ആണ്. അത് തന്നെയായിരിക്കും കോളം സ്പേസ് ഓഫ് എയും. കാരണം എന്താ, എയുടെ കോളംസ് ആണ് എ ട്രാൻസ്പോസിൻ്റെ റോ. സോ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറയാം. സെയിം വേയിൽ കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ എ ട്രാൻസ്പോസിൻ്റെ കോളം വെക്ടേഴ്സ് സ്പാൻ ചെയ്യുന്നതാണ്. എ ട്രാൻസ്പോസിൻ്റെ കോളം വെക്ടേഴ്സ് ആണ് എയുടെ റോ വെക്ടേഴ്സ്. സോ റോ സ്പേസ് ഓഫ് എയും കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് രണ്ടെണ്ണത്തിന്, ഈ 4 പകരം 2 എഴുതിയാൽ മതിയാവും. അപ്പോൾ നോക്കൂ, however we can say that column space of A is a row space of a transpose and so on. Thus we may reduce the above list as നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും: row space of A ഉണ്ട് which is same as column space of A transpose, column space of A ഉണ്ട് which is same as row space of A transpose, then null space of A യും null space of A transpose ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു മെട്രിക്സ് എടുത്താലും corresponding to that matrix we have 4 fundamental vector spaces. These 4 are called the fundamental vector spaces of a matrix A. എയും എ ട്രാൻസ്പോസും ഉപയോഗിച്ച് ചെയ്യുന്ന 4 ഫണ്ടമെൻ്റൽ വെക്ടർ സ്പേസുകളാണിത്. നമുക്കൊരു തിയറം നോക്കാം. ഇഫ് എ ഈസ് എനി മെട്രിക്സ്, റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. വളരെ സിമ്പിളായിട്ടുള്ള തിയറാണ്, എന്നാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറാണ്. അതിൻ്റെ പ്രൂഫ് 2 പേര് നമുക്ക് തീർക്കാം. അപ്പോൾ ഒരു മെട്രിക്സ് എയുടെ ഓർഡർ എന്തു ആയിക്കോട്ടെ, നമുക്ക് ഓർഡർ പ്രശ്നമല്ല. ഏത് മെട്രിക്സ് ആയാലും എയുടെ റാങ്കും എ ട്രാൻസ്പോസിൻ്റെ റാങ്കും സെയിം ആണെന്ന് പറയുന്നത്. നമ്മൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ്: റാങ്ക് ഓഫ് എ. റാങ്ക് ഓഫ് എയുടെ ഡെഫിനിഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ എന്നാണ് നമ്മൾ പറഞ്ഞത്. റോ സ്പേസ് ഓഫ് എയുടെ ഡെഫിനിഷൻ ആയിരിക്കും. റോ സ്പേസ് ഓഫ് എയും കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് സെയിം ആയതുകൊണ്ട് വി ക്യാൻ സേ ദാറ്റ് ഈസ് ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. നമുക്കറിയാം ഏതൊരു മെട്രിക്സിൻ്റെയും റോ സ്പേസിൻ്റെയും കോളം സ്പേസിൻ്റെയും ഡയമെൻഷൻ ഈക്വൽ ആയിരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാലും ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് സെയിം ആയിരിക്കും. ആൻഡ് ദാറ്റ് വിൽ ബി റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. അപ്പോൾ ഫോർ എനി മെട്രിക്സ് വി ക്യാൻ സേ ദാറ്റ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് പറയാൻ നോക്കൂ. ഇഫ് എ ഈസ് ആൻ എംബൈൻ മെട്രിക്സ്, എ ഒരു എംബൈൻ മെട്രിക്സ് ആണെങ്കിൽ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ്, എ ട്രാൻസ്പോസിൻ്റെ എ എന്നുള്ളത് എംബൈൻ ആണെങ്കിൽ എക്ക് എം റോസ് ഉണ്ടാവും. അപ്പോൾ എ ട്രാൻസ്പോസിന് എം കോളംസ് ഉണ്ടാവും. അപ്പോൾ എ ട്രാൻസ്പോസിൽ നമ്മൾ ഡയമെൻഷൻ തിയറം അപ്ലൈ ആണെങ്കിൽ റാങ്ക് ഓഫ് എ ട്രാൻസ്പോസ് പ്ലസ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എം എന്ന് കിട്ടും. റാങ്കും നള്ളിറ്റിയും ആഡ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കോളംസ് ആണ് കിട്ടുക. അപ്പോൾ എ ട്രാൻസ്പോസിൻ്റെ റാങ്കും നള്ളിറ്റി ആഡ് ചെയ്യുമ്പോൾ എം കിട്ടും. റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും റാങ്ക് ഓഫ് എയും സെയിം ആണെന്ന് നമുക്കറിയാം. സോ വി ക്യാൻ സേ ദാറ്റ് റാങ്ക് ഓഫ് എ ഈക്വൽ പ്ലസ് നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഈക്വൽ ടു എം എന്ന് പറയാം. എയുടെ റാങ്ക് നമുക്കറിയാമെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇഫ് റാങ്ക് ഓഫ് എ ഈക്വൽ ടു, ഞാൻ ആർ എന്ന് എടുത്താൽ ഡയമെൻഷൻ ഓഫ് റോ സ്പേസ് ഓഫ് എ നമുക്ക് 6 ആണെന്ന് പറയാം. ഡയമെൻഷൻ ഓഫ് കോളം സ്പേസ് ഓഫ് എ നമുക്ക് 6 ആണെന്ന് പറയാം. ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ നമുക്ക് n-6 ആണെന്ന് പറയാം. ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ് m-6 ആണെന്ന് പറയാം. അത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ആണ് ഡയമെൻഷൻ ഓഫ് നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസ്. അപ്പോൾ അത് നമുക്ക് m-6 എന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണ്ട 4 ഫണ്ടമെൻ്റൽ വെക്ടർ സ്പേസുകളുടെയും ഡയമെൻഷനും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അതിൽ എയുടെയും എ ട്രാൻസ്പോസിൻ്റെ റാങ്ക് നമുക്കറിയാം, അത് 6 ആയിരിക്കും. നള്ളിറ്റി കണ്ടുപിടിക്കുമ്പോൾ നള്ളിറ്റി ഓഫ് എ എന്നുള്ളത് n-6, അതായത് ഈ മെട്രിക്സിന് നമ്പർ ഓഫ് കോളംസ് -6ഉം നള്ളിറ്റി ഓഫ് എ ട്രാൻസ്പോസ് ഉള്ളത് നമ്പർ ഓഫ് റോസ് -6 m-6 ആയിരിക്കും എന്ന് മനസ്സിലാവും. ദെൻ വി ക്യാൻ മൂവ് ടു ഡെഫിനിഷൻ. ഇതൊരു അല്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഡെഫിനിഷനാണ്. ഇഫ് W ഈസ് എ സബ്സ്പേസ് ഓഫ് Rn, then the set of all vectors in Rn that are orthogonal to every vector in W is called the orthogonal complement of W and is denoted by W perp. അതായത് നമുക്കറിയാം ഓർത്തോഗണൽ എന്ന് ഉദ്ദേശിക്കുന്നത് പെർപെൻഡിക്കുലർ എന്ന മീനിങ് ആണ്. അപ്പോൾ നമുക്ക് W എന്നൊരു Rൻ്റെ സബ്സ്പേസ് ആണെങ്കിൽ Wയിലെ ഓരോ വെക്ടറിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടേഴ്സ് Rനെ കണ്ടുപിടിക്കുക. അതായത് Wയിൽ ഒരു വെക്ടർ എടുക്കുക, അതിന് പെർപെൻഡിക്കുലർ കണ്ടുപിടിക്കുക. അങ്ങനെ ഓരോ വെക്ടറിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള എല്ലാ പെർപെൻഡിക്കുലർ വെക്ടേഴ്സിൻ്റെ കളക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക?
ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് ഡബ്ല്യു എന്ന് പറയാം. അതിന് ഡബ്ല്യു ഈ സിമ്പിളിനെ നമുക്ക് പെർപ്പ് എന്ന് വായിക്കാം, പെർപെൻഡിക്കുലർ എന്ന മീനിങ്ങിൽ. സോ ഡബ്ല്യു പെർപ്പ്. അപ്പോൾ ഇഫ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് ആർ എൻ ദെൻ സെറ്റ് ഓഫ് ഓൾ വെക്ടേഴ്സ് ഇൻ ആർ എൻ ദാറ്റ് ആർ ഓർത്തോഗണൽ ടു എവരി വെക്ടർ ഇൻ ഡബ്ല്യു ഈസ് കോൾഡ് ദ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് ഡബ്ല്യു. നെക്സ്റ്റ് തിയറം ആണ് ഇഫ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ് ഓഫ് ആർ എൻ. ഡബ്ല്യു എന്നുള്ളത് ആർ എന്നിൻ്റെ സബ്സ്പേസ് ആണെങ്കിൽ ദെൻ ഡബ്ല്യു പെർപ്പ് ഈസ് സബ്സ്പേസ് ഓഫ് ആർ എൻ. ഡബ്ല്യു ആർ എൻ്റെ സബ്സ്പേസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഡബ്ല്യു പെർപ്പും എന്തായിരിക്കും, അതായത് അതിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റും ഒരു സബ്സ്പേസ് ആയിരിക്കും. ദ ഓൺലി വെക്ടർ കോമൺ ടു ഡബ്ല്യു ആൻഡ് ഡബ്ല്യു പെർപ്പ്, രണ്ടിനും കോമൺ ആയിട്ടുള്ള ഒരേ വെക്ടർ 0 ആയിരിക്കും. ദ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഓഫ് ഡബ്ല്യു പെർപ്പ് ഈസ് ഡബ്ല്യു. ഈ ഡബ്ല്യു പെർപ്പിൻ്റെ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഡബ്ല്യു ആയിരിക്കും. സോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും. ദെൻ നമുക്കൊരു തിയറം കൂടി സ്റ്റേറ്റ് ചെയ്യാം. അതിൽ കൺക്ലൂഷനായിട്ട് നമുക്ക് ഈ ഓർത്തോഗണൽ പെർപ്പിൻ്റെ ഡെഫിനേഷൻ കൂടി കൊണ്ടുവരുന്നതാണ്. ഇഫ് എ ഈസ് ആൻ എംബൈൻ മെട്രിക്സ്, എ ഒരു എംബൈൻ മെട്രിക്സ് ആണെങ്കിൽ നൾ സ്പേസ് ഓഫ് എ ആൻഡ് റോ സ്പേസ് ഓഫ് എ, ഒരു എംബൈൻ മെട്രിക്സിൻ്റെ നൾ സ്പേസും അതിൻ്റെ റോ സ്പേസും ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും. അതാണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ദ നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസിൻ്റെ നൾ സ്പേസും കോളം സ്പേസ് ഓഫ് എയും ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും. അത് ഇൻ ആർ എൻ ആൻഡ് ആർ എം എന്ന് പറയുന്നത് അത് കറസ്പോണ്ടിങ് ആയിട്ട് ഈ എംബൈൻ മെട്രിക്സ് ആയതുകൊണ്ടാണ് അത് മാറ്റി പറയുന്നത്. അത് രണ്ടും കോൺസെപ്റ്റ് നമുക്ക് ഈ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് എങ്ങനെ നമ്മുടെ എംബൈൻ മെട്രിക്സിലേക്ക് കൊണ്ടുവരാമെന്നാണ്. അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് എങ്ങനെ നമ്മുടെ ഫണ്ടമെൻ്റൽ സ്പേസ് വെക്ടർ സ്പേസുകളെ കണക്ട് ചെയ്യിക്കാനാണ്. അപ്പോൾ ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ് ഉപയോഗിച്ച് നമ്മുടെ ഒരു മെട്രിക്സിൻ്റെ ഫണ്ടമെൻ്റൽ വെക്ടർ സ്പേസുകൾ കണക്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. നൾ സ്പേസ് ഓഫ് എയും റോ സ്പേസ് ഓഫ് എയും ഓർത്തോഗണൽ കോംപ്ലിമെൻ്റ് ആയിരിക്കും. നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസും കോളം സ്പേസ് ഓഫ് എയും ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ എഴുതി ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ 4 പേര് എഴുതിയിരുന്നു. ഈ ഓർഡർ വെച്ചാണെങ്കിൽ നൾ സ്പേസ് ഓഫ് എയും റോ സ്പേസ് ഓഫ് എയും ഇത് രണ്ടും ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ആണ്. കോളം സ്പേസ് ഓഫ് എയും നൾ സ്പേസ് ഓഫ് എ ട്രാൻസ്പോസും ഓർത്തോഗണൽ കോംപ്ലിമെൻറ്റ്സ് ആണെന്ന് പറയും. നെക്സ്റ്റ് ഒരു പ്രോബ്ലം ആണ്. ഷോ ദാറ്റ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഈക്വലൻറ്റ്. ഇഫ് എ ഈസ് എൻ എൻ ബൈ എൻ മെട്രിക്സ്, എ ഒരു എൻ ബൈ എൻ മെട്രിക്സ് ആണ്, അപ്പോൾ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് എ. എ എക്സ് ഈക്വൽ ടു 0 ഹാസ് ഓൺലി ദ ട്രിവിയൽ സൊല്യൂഷൻ, എ ഹാസ് നള്ളിറ്റി 0, എ ഹാസ് റാങ്ക് n. ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഈക്വലൻ്റ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുക, അതിനടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യുക, അങ്ങനെ ചെയ്യേണ്ടത്. അതായത് എ എന്ന സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണെങ്കിൽ ബി ട്രൂ ആണ്, ബി ട്രൂ ആണെങ്കിൽ സി ട്രൂ ആണ്, സി ട്രൂ ആണെങ്കിൽ ദെൻ എ ട്രൂ ആണ്. അങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ നമുക്ക് നോക്കാം. നമുക്കറിയാം എ ഒരു സ്ക്വയർ മെട്രിക്സ് ഓഫ് ഓർഡർ n ആണ്. ഇഫ് എ എക്സ് ഈക്വൽ ടു 0 ഹാസ് ഓൺലി ദ ട്രിവിയൽ സൊല്യൂഷൻ, അതിന് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ എങ്കിൽ, ട്രിവിയൽ സൊല്യൂഷൻ നമുക്കറിയാം ഓരോ കറസ്പോണ്ടിങ് x1 x2 x3 അങ്ങനെ ഓരോ വേരിയബിളും കറസ്പോണ്ടിങ് ഒറ്റ വാല്യൂസ് നമുക്ക് കിട്ടുന്നുള്ളൂ. അതാണ് ട്രിവിയൽ സൊല്യൂഷൻ. ദെൻ ദർ ആർ നോ പാരാമീറ്റേഴ്സ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു 0. ഈ എ എക്സ് ഈക്വൽ ടു 0ൻ്റെ സൊല്യൂഷനകത്ത് നമുക്കറിയാം ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ഉള്ളപ്പോഴാണ് എന്ത് വരാം, പാരാമീറ്റേഴ്സ് വരാം, ആർ എസ് ടി യു അങ്ങനത്തെ പാരാമീറ്റേഴ്സ് വരാം. ഇവിടെ നമുക്ക് ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ് ഇല്ല, ഒറ്റ സൊല്യൂഷനേ ഉള്ളൂ. സോ അതുകൊണ്ട് പാരാമീറ്റേഴ്സ് ഒന്നും ഉണ്ടാവില്ല. നമുക്കറിയാം ഈ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ദ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു 0 ആണ് നമ്മൾ നള്ളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നള്ളിറ്റി എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം അതിനകത്ത് പാരാമീറ്റേഴ്സ് ഒന്നുമില്ല, ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ വരുമ്പോൾ മാത്രമേ പാരാമീറ്റേഴ്സ് വരികയുള്ളൂ. ആ പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ എത്ര പാരാമീറ്റേഴ്സ് ഉണ്ടോ അതായിരിക്കും നള്ളിറ്റി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നൗ ഇഫ് എ ഹാസ് നള്ളിറ്റി 0, അപ്പോൾ നമ്മുടെ ആദ്യത്തെ കേസ് ഓക്കെ കേട്ടോ. എ എക്സ് ഈക്വൽ ടു 0ക്ക് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉള്ളെങ്കിൽ എ ഹാസ് നള്ളിറ്റി 0 എന്ന് കിട്ടി. ഇനി ഇഫ് എ ഹാസ് നള്ളിറ്റി 0 എയുടെ റാങ്ക് n എന്ന് കാണിക്കണം. സോ ഇഫ് എ ഹാസ് നള്ളിറ്റി 0 നമുക്ക് റാങ്ക് നള്ളിറ്റി അറിയാം. റാങ്ക് ഓഫ് എ പ്ലസ് നള്ളിറ്റി ഓഫ് എ ഈക്വൽ ടു n ആണെന്ന് അറിയാം. നള്ളിറ്റി ഓഫ് എ 0 ആയതുകൊണ്ട് റാങ്ക് ഓഫ് എ എന്തായിരിക്കും, n ആയിരിക്കും. ഇവിടെ കോളം റോയും ചെയ്യാൻ വേണ്ടി n ഉപയോഗിച്ചത്. ഇനി നമുക്ക് അടുത്ത് പ്രൂവ് ചെയ്യേണ്ടത് ഇഫ് എ ഹാസ് റാങ്ക് n, എയുടെ റാങ്ക് n ആണെങ്കിൽ എ എക്സ് ഈക്വൽ ടു 0 ഹാസ് ദ ട്രിവിയൽ സൊല്യൂഷൻ ആണ്. അപ്പോൾ എ ഇംപ്ലൈസ് ബി കിട്ടി, ബി ഇംപ്ലൈസ് സി കിട്ടി, നമുക്ക് അടുത്ത് സി ഇംപ്ലൈസ് എ കാണിക്കണം. അപ്പോഴാണ് ഇത് മൂന്നും ഈക്വലൻ്റ് എന്ന് പറയാൻ പറ്റുക. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടി നോക്കൂ. ഇഫ് എ ഹാസ് റാങ്ക് n, എയുടെ റാങ്ക് n ആണെന്ന് എഴുതാം. ദെൻ ദർ ആർ n ലീഡിംഗ് വേരിയബിൾസ് ഇൻ ദ ജനറൽ സൊല്യൂഷൻ ഓഫ് എ എക്സ് ഈക്വൽ ടു 0. അത് നമ്മൾ റാങ്ക് ഡിഫൈൻ ചെയ്യുമ്പോൾ അവിടെ പറയുന്നുണ്ട് എ എക്സ് ഈക്വൽ ടു 0യുടെ ജനറൽ സൊല്യൂഷനിൽ എത്ര ലീഡിംഗ് വേരിയബിൾസ് ഉദ്ദേശിച്ചത് കോഎഫിഷ്യൻറ്റ് 1 വരുന്ന വേരിയബിൾസ് എത്ര പേരുണ്ടോ അതാണ് റാങ്ക് നമുക്കറിയാം. അപ്പോൾ ഇവിടെ റാങ്ക് n ആയതുകൊണ്ട് അങ്ങനത്തെ n ലീഡിംഗ് വേരിയബിൾസ് ഉണ്ടാവും. അതായത് ആകെ n വേരിയബിൾസ് ഉണ്ടാവുള്ളൂ, അവർ n പേരിലെയും കോഎഫിഷ്യൻസ് 1 ആയിരിക്കും എന്നാണ് എൻ്റെ മീനിങ്. അതായത് n പേരുടെയും കോഎഫിഷ്യൻസ് 1 നമുക്ക് എന്ത് കിട്ടി, ഒരു ട്രിവിയൽ സൊല്യൂഷൻ കിട്ടി. x1 ഈക്വൽ ടു ഒരു ആൻസർ കിട്ടും, x2 ഈക്വൽ ടു ഒരു ആൻസർ കിട്ടും, അങ്ങനെ ഓരോരുത്തരും കറസ്പോണ്ടിങ് കറക്റ്റ് ആൻസർ നമുക്ക് കിട്ടും. സോ വിച്ച് ഇംപ്ലൈസ് ദ ട്രിവിയൽ സൊല്യൂഷൻ ഈസ് ദ ഓൺലി പോസിബിലിറ്റി. വേറൊരു പോസിബിലിറ്റിയിലേക്ക് നമുക്ക് പോകേണ്ടി വരില്ല. സോ റാങ്ക് എ എന്നുള്ളത് n ആണെങ്കിൽ നമുക്ക് ട്രിവിയൽ സൊല്യൂഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാം. നെക്സ്റ്റ് ഒരു തിയറം ഇങ്ങനെയാണ്. ലെറ്റ് എ ബി ആൻ എംബൈൻ മെട്രിക്സ്. എ ഒരു എംബൈൻ മെട്രിക്സ് ആണ്. ഇഫ് എം ഗ്രേറ്റർ ദാൻ n, എമ്മിൻ്റെ വാല്യൂ എന്നൊക്കെ വലുതാണെങ്കിൽ, അതായത് നമ്പർ ഓഫ് റോസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് കോളംസ്, then the linear system ax equal to b is inconsistent for at least one vector b in R.
അതായത് എ എക്സ് ഇക്വൽ ടു ബി ഇൻകൺസിസ്റ്റൻ്റ് ആവാൻ മീൻസ് അതിന് സൊല്യൂഷൻ ഉണ്ടാവില്ല. അറ്റ്ലീസ്റ്റ് വൺ വെക്ടർ ബി, ഏതെങ്കിലും ഒരു വെക്ടർ ബിക്കെങ്കിലും ഈ എ എക്സ് ഇക്വൽ ടു ബി ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും ഇഫ് എം ഗ്രേറ്റർ ദാൻ എൻ. ദെൻ അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇഫ് എം ലെസ് ദാൻ എൻ ദെൻ ഫോർ ഈച്ച് വെക്ടർ ബി ഇൻ ആർ എൻ, ആർ എമ്മിലെ ഓരോ ബിക്കും ദ ലീനിയർ സിസ്റ്റം എ എക്സ് ഈക്വൽ ടു ബി ഈസ് എയ്തർ ഇൻകൺസിസ്റ്റൻറ്റ് ഓർ ഹാസ് ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ. എം ലെസ് ദാൻ എൻ ആണെങ്കിൽ ഒന്നുകിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇഫ് എം ഗ്രേറ്റർ ദാൻ എൻ, നമുക്ക് ആദ്യത്തെ കേസ് എടുക്കാം. എം ഗ്രേറ്റർ ദാൻ എൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയണം? നമ്പർ ഓഫ് റോസ് ഈസ് ഓൾവേസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് കോളംസ് എന്ന് ക്ലിയർ ആണ് എം ഗ്രേറ്റർ ദാൻ എൻ ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എയിൽ എം റോസും എൻ കോളംസാണ് ഉള്ളത്. ഈ എൻ കോളംസിന് എന്തില്ല? എം ആണ് വലുത്, അതായത് നമ്പർ ഓഫ് റോസ് ആണ് വലുത്. അപ്പോൾ ഈ എം വെച്ചുള്ള ആർ എം എന്ന സ്പേസ് നമുക്കുണ്ടല്ലോ, ഈ ആർ എം എന്ന സ്പേസിനെ ഇതിൻ്റെ കോളം വെക്ടേഴ്സ്, എൻ ആളുകളെ കോളം വെക്ടേഴ്സ് ഉള്ളൂ, അവർക്ക് സ്പാൻ ചെയ്യാൻ കഴിയില്ല. കാരണം മിനിമം എം എങ്കിലും ഉണ്ടെങ്കിലേ സ്പാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ എൻ വെക്ടേഴ്സ് ഉള്ളൂ, സോ ദേ കനോട്ട് സ്പാൻ ദിസ് ആർ എം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? സ്പാൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ദെയർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ വെക്ടർ ബി ഇൻ ആർ എം, ഒരു ബി എങ്കിലും ഉണ്ടാവും. ദാറ്റ് ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോളംസ് ഓഫ് എ, അല്ലെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഇൻ ദ കോളം സ്പേസ് ഓഫ് എ എന്ന് ക്ലിയർ ആയി പറയാം നമുക്ക്. ഇത്രേ ഉള്ളൂ. എയുടെ നമ്പർ ഓഫ് കോളംസ് എമ്മിനേക്കാൾ, നമ്പർ ഓഫ് റോസിനേക്കാൾ ചെറുതായതുകൊണ്ട് ഈ കോളം വെക്ടേഴ്സ് എല്ലാം എടുത്താലും നമുക്ക് ആർ എം എന്ന സ്പേസിനെ സ്പാൻ ചെയ്യാൻ പറ്റില്ല. ആർ എം എന്ന സ്പേസിനെ സ്പാൻ ചെയ്യാൻ പറ്റാത്ത മീനിങ് എന്താണ്? ആർ എമ്മിനകത്തെ ഒരു വെക്ടറെങ്കിലും ഇവരുടെ ലീനിയർ കോമ്പിനേഷൻ അല്ലാത്തതുണ്ടാവും. ദാറ്റ് ഈസ് ദ കോളം സ്പേസ് ഓഫ് എയിൽ ഇല്ലാത്തതുണ്ടാവും. അപ്പോൾ ഒരു വെക്ടറെങ്കിലും കോളം സ്പേസ് ഓഫ് എയിൽ ഇല്ലെങ്കിൽ നമുക്കൊരു തിയറം അറിയാം. എന്തായിരുന്നത്? അങ്ങനെയാണ് തിയറം സ്റ്റേറ്റ്മെൻറ്റ്. എ എക്സ് ഈക്വൽ ടു ബി ഈസ് കൺസിസ്റ്റൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് ബി ഈസ് ഇൻ കോളം സ്പേസ് ഓഫ് എ നമ്മൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബി എന്നുള്ളത് എയുടെ കോളം സ്പേസിൽ ഉണ്ടെങ്കിൽ മാത്രമേ എ എക്സ് ഈക്വൽ ടു ബി കൺസിസ്റ്റൻറ്റ് നമ്മൾ തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയാൻ നമുക്ക് എന്ത് പറയാം? ഇവിടെ ബി എന്നുള്ളത് ഏതെങ്കിലും ഒരു ബി എങ്കിലും എവിടെ ഉണ്ടാവില്ല? കോളം സ്പേസിൽ ഓഫ് എ ഉണ്ടാവില്ല. സോ ഫോർ ദാറ്റ് ബി, ആ ഒരു പർട്ടിക്കുലർ ബിക്ക് എന്തായിരിക്കില്ല? എ എക്സ് ഇക്വൽ ടു ബി കൺസിസ്റ്റൻ്റ് ആയിരിക്കില്ല. സോ ഫോർ ദാറ്റ് ബി ദ സിസ്റ്റം എ എക്സ് ഇക്വൽ ടു ബി ഈസ് ഇൻകൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞ് നമുക്ക് ആദ്യത്തെ പാർട്ടിൻ്റെ പ്രൂഫ് കൺക്ലൂഡ് ചെയ്യാം. നെക്സ്റ്റ് പാർട്ട്, ലെറ്റ് എം ലെസ് ദാൻ എൻ. എമ്മിൻ്റെ വാല്യൂ ലെസ് ദാൻ എൻ ആണ്. അപ്പോൾ നമുക്ക് പറയാം ഫോർ ഈച്ച് ബി ബിലോങ്സ് ടു ആർ എൻ. നമുക്ക് ആർ എന്നകത്തെ ഓരോ വെക്ടർ എടുത്താലും നമുക്ക് രണ്ട് പോസിബിലിറ്റി പറയാം. എ എക്സ് ഇക്വൽ ടു ബി എന്ന ഇക്വേഷന് ഒന്നെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഈ രണ്ട് പോസിബിലിറ്റി നമുക്കുള്ളത്. ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമ്മുടെ കണ്ടീഷൻ പ്രൂഫ് ഓക്കെ, നമുക്ക് പറഞ്ഞത് ഒന്നെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് അല്ലെങ്കിൽ ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ആണല്ലോ. അപ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് വേറെ കാണിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കാണിക്കേണ്ടത് ഈ സൊല്യൂഷൻ കൺസിസ്റ്റൻ്റ് ആണ് എങ്കിൽ അതിന് ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻ ഉണ്ടെന്നാണ്. അപ്പോൾ നമ്മുടെ തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് ഇഫ് എ എക്സ് ഈക്വൽ ടു ബി ഇൻകൺസിസ്റ്റൻറ്റ് ദ പ്രൂഫ് ഈസ് കംപ്ലീറ്റ്. ഇഫ് ഇറ്റ് ഈസ് കൺസിസ്റ്റൻറ്റ്, എ എക്സ് ഈക്വൽ ടു ബി കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? ദ ജനറൽ സൊല്യൂഷൻ ഹാസ് എൻ മൈനസ് ആർ പാരാമീറ്റേഴ്സ് പറയാം. കാരണം എൻ കോളംസ് ആണുള്ളത്. റാങ്ക് ആർ എടുത്തു കഴിഞ്ഞാൽ ജനറൽ സൊല്യൂഷൻ്റെ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് എന്നത് നള്ളിറ്റി ആണ്. അപ്പോൾ നള്ളിറ്റി നമുക്ക് നള്ളിറ്റി പ്ലസ് റാങ്ക് എൻ ആണെന്ന് അറിയാം. സോ എൻ മൈനസ് ആർ ആയിരിക്കും നള്ളിറ്റി. അപ്പോൾ എന്ത് കിട്ടി? ഇഫ് ദ സിസ്റ്റം എ എക്സ് ഈക്വൽ ടു ബി ഈസ് കൺസിസ്റ്റൻറ്റ് ദ ജനറൽ സൊല്യൂഷൻ ഹാസ് എൻ മൈനസ് ആർ പാരാമീറ്റേഴ്സ്. എൻ മൈനസ് ആറിൽ നമുക്കറിയാം എൻ എമ്മിനേക്കാൾ വലുതാണ്. ആറിന് വരാവുന്ന മാക്സിമം വാല്യൂ എന്താണ്? എന്നിൻ്റെ എമ്മിൻ്റെ മിനിമം വാല്യൂ ആണ്. റാങ്ക് ഓഫ് എ ഈസ് മാക്സിമം അറ്റ് മിനിമം ഓഫ് എം എൻ. ഇവിടെ നമുക്ക് റാങ്ക് ഓഫ് എ ഈസ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു മിനിമം എം എൻ അല്ലെങ്കിൽ ഈക്വൽ ടു എം എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്ത് പറയാം? എൻ മൈനസ് ആർ എന്നുള്ളത് ഗ്രേറ്റർ ദാൻ എൻ മൈനസ് എം എന്ന് പറയാം. എൻ മൈനസ് എം എന്നുള്ളത് എം ഇതിനേക്കാൾ ചെറുതായതുകൊണ്ട് ക്ലിയർലി ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഈ എൻ മൈനസ് ആറിൻ്റെ വാല്യൂ എപ്പോഴും 0 വലുത്. മിനിമം 1, 2, 3 ഒക്കെ ആയിരിക്കും. അതായത് അറ്റ്ലീസ്റ്റ് ഒരു പാരാമീറ്ററെങ്കിലും ഉണ്ടാവും. Thus the general solution of ax equal to b has at least one parameter. അറ്റ്ലീസ്റ്റ് ഒരു പാരാമീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇൻഫിനിറ്റി മെനി സൊല്യൂഷൻസ് ആവും. കാരണം ആ പാരാമീറ്റർ നമുക്ക് എത്ര വാല്യൂസ് കൊണ്ട് എടുക്കാൻ പറ്റും. ആ പാരാമീറ്റർ ഓരോ വാല്യൂ എടുക്കുന്ന അനുസരിച്ച് നമുക്ക് ഓരോ സൊല്യൂഷൻസ് കിട്ടിക്കൊണ്ടിരിക്കും. സോ സിൻസ് ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ പാരാമീറ്റർ, സിസ്റ്റം എ എക്സ് ഈക്വൽ ടു ബി ഹാസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അത് വൈൻഡ് അപ്പ് ചെയ്യാം.